സൂര്യകാന്തി പൂക്കൾ. ഇവിടെയൊക്കെ കരിഞ്ഞു പോയി. ഇവിടെയൊക്കെ പൂക്കളൊക്കെ ഈ സൈഡൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്, ഈ സൈഡ് കരിഞ്ഞിട്ടില്ല. സൂര്യകാന്തി സൂര്യകാന്തി. ഇതാണ് സൂര്യകാന്തി. കേരളത്തിൽ ഇല്ലാത്ത സൂര്യകാന്തി കേരളത്തിൽ ഉണ്ടാ? നല്ല പാമ്പുണ്ടാവും. ഇവിടെ നോക്കി പുറത്തേക്ക് പോവാ. സൂര്യകാന്തി നമ്മളെ സൂര്യകാന്തി തോട്ടം കാണുന്നു പറഞ്ഞാൽ കണ്ടിരിക്കും. പറഞ്ഞ വിനിയാണ് കുറച്ച് മോളിൽ പോയി നോക്കാം അല്ലേ? ഗുണ്ടിൽപേട്ട വന്നിട്ട് ഇനിയിപ്പോ സൂര്യകാന്തി തോട്ടം കണ്ടില്ല എന്ന് വേണ്ട. ഇതാണ് ഗുണ്ടിൽപേട്ടിലെ സൂര്യകാന്തി തോട്ടം. സെന്ററിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോണു ഗൈസ്. ഇത്രയും നല്ലൊരു പ്ലേസിൽ നിന്നിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ വ്ളോഗ് ചെയ്യുന്നു. ഒരിക്കലും കിട്ടാത്ത ഒരു വൈബാണ്. നമ്മൾ ഈ പൈസ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളതിനൊക്കെ ചിലവാക്കിയിട്ടത് ഇത്രയും നല്ല കാഴ്ചകളൊക്കെ ഇങ്ങനെ വന്ന് കാണണം. നമ്മൾ ബൈക്ക് പോകുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാനില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലൈഫിൽ എത്ര എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കുക. അത്രയും നല്ല അടിപൊളി വ്യൂ. അപ്പോൾ ഇതുള്ളത് ഗുണ്ടിൽപേട്ടിലാണ്. ഗുണ്ടിൽപേട്ടിൽ കുറേ സൂര്യകാന്തി തോട്ടങ്ങളുണ്ട്. അതിലത്തെ ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വഴി വരുന്നവരെല്ലാവരും നിർത്തി ജസ്റ്റ് അവിടെ ഒരു 25 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ തോട്ടത്തിനുള്ളിലേക്ക് എന്തായാലും ഒരു കയറ്റി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറ്റത് ഇത്രയും നല്ലൊരു അടിപൊളി കാഴ്ചയൊക്കെ കണ്ടിട്ട് പോവുക. അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു നഷ്ടമാണെന്ന് തന്നെ പറയാൻ പറ്റും.